നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ കോവിഡ് വാക്സിൻ എടുക്കാൻ ആശുപത്രികളിൽ വൻ തിരക്ക്. വ്യാഴാഴ്ചയാണ് വാക്സിൻ വിതരണം തുടങ്ങിയതെങ്കിലും അവധി ദിവസങ്ങളിലാണ് കൂടുതൽ സജീവമായത്. സ്വകാര്യ ആശുപത്രിയിലും ഇന്നലെ വിതരണം തുടങ്ങിയിരുന്നു. ചൈനയുടെ സിനോഫോം വാക്സിനാണ് വിതരണത്തിനായി എത്തിയത്. വാക്സിൻ പ്രവാസികൾക്കും സ്വദേശികൾക്കും തികച്ചും സൗജന്യമായാണ് നൽകുന്നത്. 86% ഫലപ്രദമാണ് എന്നാണ് യുഎഇ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിന് പിന്നാലെയാണ് വിതരണം ആരംഭിച്ചത്. 86% ഫലപ്രദമാണ് എന്ന യുഎഇ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലിന് പിന്നാലെയാണ് വിതരണം ആരംഭിച്ചത്. സേഹയുടെ 850 എന്ന നമ്പറിൽ വിളിച്ച് വാക്സിൻ അപ്പോയിന്റ്മെന്റ് എടുക്കാം. സിനോഫോമിന് പുറമെ റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണവും അബുദാബിയിൽ തുടങ്ങിയിട്ടുണ്ട്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വാക്സിൻ നൽകില്ല. ജബൽ അലിക്ക് സമീപം വാക്സിൻ വിതരണം ചെയ്യുന്ന ദുബായ് പാർക്കിന് മുന്നിലും ഫീൽഡ് ആശുപത്രിക്ക് മുന്നിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത്. മണിക്കൂറുകൾ വരി നിന്ന ശേഷമാണ് ഓരോരുത്തർക്കും വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത്. ദുബായ് പോലീസാണ് ഇവരെ നിയന്ത്രിച്ച് സൗകര്യമൊരുക്കിയത്. ഒരേ സമയം 40 വാഹനങ്ങളാണ് ഉള്ളിലേക്ക് അനുവദിച്ചത്. 3 മണിക്കൂർ കാത്തുനിന്ന ശേഷമാണ് പലർക്കും വാക്സിൻ ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഫീൽഡ് ഹോസ്പിറ്റലിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയായിരുന്നു വാക്സിൻ വിതരണം. എന്നാൽ തുറക്കും മുമ്പ് തന്നെ ആളുകൾ എത്തിയിരുന്നു. നിരവധി മലയാളികളും വാക്സിൻ എടുക്കാൻ എത്തുന്നുണ്ട്. ഇവർ 21 ദിവസത്തിന് ശേഷം 2ാം ഡോസ് എടുക്കണം. 20 ലക്ഷം ഡോസ് വാക്സിൻ വിതരണത്തിന് എത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.